നമസ്കാരം. ലോകവേദികളിൽ സ്വന്തം സഖ്യകക്ഷികളെ പോലും അപമാനിച്ചും നാണം കെടുത്തിയും മാത്രം ശീലിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നൽകിയത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. ഫോട്ടോ എടുക്കാൻ മെലോണിയന്റെ പിറകെ നടന്ന് കെഞ്ചി, പാവം തോന്നിയിട്ടാണ് ഞാൻ ഫോട്ടോയ്ക്ക് നിന്നുകൊടുത്തതെന്ന ട്രംപിന്റെ പരിഹാസത്തിന് ഞാനോ ഇറ്റലിയോ ആരുടെ മുന്നിലും ഒരിക്കലും കെഞ്ചാറില്ല എന്ന മെലോണിയുടെ മറുപടി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ഒരു റിയാലിറ്റി ഷോ പോലെ കാണുന്ന ട്രംപിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ ശൈലിയെ പൂർണ്ണമായും തുറന്നുകാട്ടുന്നതാണ് ഈ പുതിയ വിവാദം. തൻ്റെ കൂടെ നിൽക്കാൻ മറ്റുള്ളവർ യാചിക്കുന്നു എന്ന് വരുത്തി തീർത്ത് സ്വന്തം അഹംഭാവം തൃപ്തിപ്പെടുത്തുന്നത് ട്രംപിൻ്റെ പണ്ടേയുള്ള രോഗമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. അതിനെക്കുറിച്ച് പറയാം. G7 ഉച്ചകോടിക്ക് ശേഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. ലാസ് 7 എന്ന ഇറ്റാലിയൻ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തൻ്റെ പതിവ് അഹങ്കാരം വിളമ്പിയത്. തൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മെലോണി കടുത്ത ആഗ്രഹം പ്രകടിപ്പിച്ചെന്നും തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും അവരോട് പാവം തോന്നിയിട്ടാണ് താൻ അതിന് തയ്യാറായതെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മാന്യത പുലർത്തുന്ന ഒരു രാഷ്ട്രത്തലവനും സംസാരിക്കാത്ത രീതിയിലുള്ള ഈ വാക്കുകൾ കടുത്ത നയതന്ത്ര പ്രതിസന്ധിക്കാണ് കാരണമായിരിക്കുന്നത്. എന്നാൽ ഈ അഭിമുഖത്തിൻ്റെ യഥാർത്ഥ ഓഡിയോ ചാനൽ പുറത്തുവിട്ടിട്ടില്ല എന്നതും ഡബ്ബ് ചെയ്ത പതിപ്പാണ് സംപ്രേഷണം ചെയ്തതെന്നതും ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന വെളിപ്പെടുത്തുന്നു. താൻ മെലോണിയോട് വെറുതെ സംസാരിച്ച് സമയം കളയുകയായിരുന്നു എന്ന് പരോക്ഷമായി സ്ഥാപിക്കാനാണ് ട്രംപ് ഇവിടെ ശ്രമിച്ചത്. ഇതിന് മറുപടിയായി വെള്ളിയാഴ്ച പുറത്തുവിട്ട വീഡിയോ പ്രസ്താവനയിൽ ട്രംപിൻ്റെ വാക്കുകൾ കേട്ട് താൻ പൂർണ്ണമായും അമ്പരന്നു എന്നാണ് ജോർജിയ മെലോണി പ്രതികരിച്ചത്. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കിയ അവർ ട്രംപിൻ്റെ ഇരട്ടത്താപ്പിനെ കൃത്യമായി തുറന്നു കാട്ടുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ പഴയതും വിശ്വസ്തരുമായ സഖ്യകക്ഷികളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനവും വിട്ടുവീഴ്ചയും പാശ്ചാത്യ ശത്രുക്കളോട് കാണിക്കുന്ന ആളാണ് ട്രംപെന്ന് മെലോണി കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് എന്തുകൊണ്ടാണ് സ്വന്തം സഖ്യകക്ഷികളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുക്കളായ ഏകാധിപതികളോട് കാണിക്കുന്ന അതേ ദാക്ഷിണ്യം സ്വന്തം സഖ്യകക്ഷികളോട് കാണിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ ഞാനോ ഇറ്റലിയോ ആരുടെ മുന്നിലും ഒരിക്കലും കെഞ്ചാറില്ല എന്ന ശക്തമായ മുന്നറിയിപ്പും അവർ ട്രംപിന് നൽകി. ഈ വാക്പോരോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇരു വലതുപക്ഷ നേതാക്കളും തമ്മിൽ ദീർഘനേരം സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇറാൻ യുദ്ധത്തെ ചൊല്ലി ഈ വർഷം ആദ്യം ഇവർക്കിടയിലുണ്ടായ അകൽച്ച മാറി ബന്ധം വീണ്ടെടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ട്രംപ് മെലോണിയെ ക്രൂരമായി പരിഹസിച്ചത്. ഒരു കാലത്ത് ട്രംപിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാവായിരുന്നു ജോർജിയ മെലോണി എന്നത് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. 2025 ട്രംപിൻ്റെ പ്രസിഡന്റ് പദവിയിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ഏക യൂറോപ്യൻ നേതാവും അവരായിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തെ അപലപിച്ച മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചപ്പോൾ ആ അനീതിക്കെതിരെ പ്രതികരിക്കാൻ മെലോണി മടിച്ചില്ല. അവർ ട്രംപിനെ വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ യുദ്ധക്കൊതി പൂണ്ട നയങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു. തനിക്കെതിരെ സംസാരിക്കുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നത് ട്രംപിൻ്റെ സ്ഥിരം ശൈലിയാണ്. മെലോണി മാർപ്പാപ്പയെ പിന്തുണച്ചതോടെ അവർക്ക് ധൈര്യമില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. അവരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, അവർക്ക് ധൈര്യമുണ്ടെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എനിക്ക് തെറ്റി എന്ന് ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയർ ഡെല്ല സെറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അന്ന് ട്രംപ് പറയുകയുണ്ടായി. അതിനു പുറമെ നാറ്റോ സഖ്യത്തിൽ ഇറ്റലി അമേരിക്കയെ സഹായിക്കുന്നില്ല എന്ന കള്ളപ്രചാരണവും ട്രംപ് നടത്തി. ഇറാൻ യുദ്ധത്തിൽ ഇറ്റലി ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇറ്റലിയിലുള്ള അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിരുന്നു. ഒരു ആഗോള നേതാവിന് ചേരാത്ത വിധമുള്ള ബ്ലാക്ക്മെയിലിംഗ് രാഷ്ട്രീയമാണ് ട്രംപ് ഇവിടെ പുറത്തെടുത്തത്. അതേസമയം മെലോണിക്കെതിരെയുള്ള ട്രംപിൻ്റെ മോശം പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്തോണിയോ തയാനി തൻ്റെ അമേരിക്കൻ സന്ദർശനം പൂർണ്ണമായും റദ്ദാക്കി. ജൂൺ 21-22 തീയതികളിൽ അമേരിക്ക സന്ദർശിക്കേണ്ടിയിരുന്ന അദ്ദേഹം തൻ്റെ എക്സ് ഹാൻഡിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രസിഡന്റ് ട്രംപിൻ്റെ ഗുരുതരവും അപകീർത്തിപരവുമായ വാക്കുകൾ ഇറ്റലിയെ മുഴുവൻ അപമാനിക്കുന്നതാണെന്ന് അദ്ദേഹം കുറിച്ചു. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ട്രംപിൻ്റെ നിലപാടുകൾക്ക് ഇറ്റലി നൽകിയ ശക്തമായ നയതന്ത്ര തിരിച്ചടി കൂടിയാണിത്. മറ്റുള്ളവർ തൻ്റെ പിറകെ നടന്ന് കെഞ്ചി എന്ന് അവകാശപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സ്വഭാവമല്ല. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് എത്രയോ മുൻപ് 1992 പുറത്തിറങ്ങിയ പ്രശസ്ത ഹോളിവുഡ് ചിത്രമായ ഹോം എലോൺ 2 ലോസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ ട്രംപിൻ്റെ ഈ കള്ളത്തരം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
അന്ന് ട്രംപ് വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു. ഈ സിനിമയുടെ സംവിധായകനായ ക്രിസ് കൊളംബസ് പിന്നീട് വെളിപ്പെടുത്തിയതനുസരിച്ച് ട്രംപിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ന്യൂയോർക്കിലെ പ്രശസ്തമായ പ്ലാസ ഹോട്ടലിൽ വെച്ചായിരുന്നു സിനിമയുടെ ചില രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടിയിരുന്നത്. ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാനുള്ള അനുമതിക്കായി സിനിമയുടെ നിർമ്മാതാക്കൾ ട്രംപിന് കൃത്യമായ തുക നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ പണം മാത്രം പോരെന്നും സിനിമയിൽ തനിക്കൊരു ഗസ്റ്റ് റോൾ നൽകിയാൽ മാത്രമേ ഹോട്ടലിൽ ഷൂട്ടിംഗ് അനുവദിക്കൂ എന്നും ട്രംപ് കടുത്ത നിർബന്ധം പിടിക്കുകയായിരുന്നു. സിനിമയുടെ കഥയ്ക്ക് ആ രംഗം ഒട്ടും ആവശ്യമില്ലാതിരുന്നിട്ടും ഹോട്ടൽ ലൊക്കേഷന് വേണ്ടി മാത്രം സംവിധായകന് ട്രംപിന്റെ ദുർവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ട്രംപ് ആ സിനിമയിൽ ഒരു ചെറിയ സീനിൽ മുഖം കാണിക്കുന്നത്. എന്നാൽ പിന്നീട് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകനും അണിയറ പ്രവർത്തകരും തന്റെ പുറകെ നടന്ന് കെഞ്ചി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായത് എന്നാണ്. തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയ അവസരങ്ങൾ വാങ്ങിയെടുക്കുകയും പിന്നീട് അവർ തൻ്റെ മുന്നിൽ വന്ന് യാചിച്ചത് കൊണ്ടാണ് താൻ അത് ചെയ്തതെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ട്രംപിൻ്റെ അതേ പഴയ തരംതാണ തന്ത്രമാണിപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെയും അദ്ദേഹം പ്രയോഗിക്കുന്നത്. സിനിമയിലായാലും ആഗോള രാഷ്ട്രീയത്തിലായാലും സത്യത്തെ വളച്ചൊടിച്ച് സ്വയം പുകഴ്ത്താൻ ട്രംപ് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത്. സ്വന്തം സഖ്യകക്ഷികളെ പോലും ബഹുമാനിക്കാൻ അറിയാത്ത നയതന്ത്ര മര്യാദകൾ ലംഘിക്കുന്ന ട്രംപിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രത്തെ വെറും ഒരു റിയാലിറ്റി ഷോയും സഹപ്രവർത്തകരായ ഭരണാധികാരികളെ തന്റെ കീഴിലുള്ള ജീവനക്കാരായും കാണുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വികലമായ മാനസികാവസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. ലോകവേദിയിൽ സ്വയം സർവശക്തനായി ചിത്രീകരിക്കാൻ മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുക എന്നത് ട്രംപിന്റെ പണ്ടേയുള്ള തന്ത്രമാണ്. എന്നാൽ ട്രംപിന്റെ ഈ ദാർഢ്യത്തിനു മുന്നിൽ അണുവിട തലകുനിക്കാതെ രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുതെന്ന് തെളിയിച്ച ജോർജിയ മെലോണിയുടെ നിലപാട് ആഗോളതലത്തിൽ വലിയ കയ്യടിയാണ് നേടുന്നത്. ശക്തരായ സഖ്യകക്ഷികളെ പോലും അനാവശ്യമായി പിണക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വിദേശ രാജ്യങ്ങൾ ഇനി വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറ്റലി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പണവും അധികാരവും ഉപയോഗിച്ച് എന്ത് നേടിയെടുക്കാമെന്നും പിന്നീട് അത് മറ്റുള്ളവരോട് തോന്നിയ ദയനീയത കൊണ്ട് സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നത് ട്രംപിന്റെ പഴയകാലം മുതലുള്ള ശീലമാണ്. പ്ലാസ ഹോട്ടലിലെ ഷൂട്ടിംഗ് അനുമതിക്കായി ഹോം എലോൺ 2 സിനിമയിൽ ഗസ്റ്റ് റോൾ വാങ്ങിയിട്ട് പിന്നീട് സംവിധായകൻ തന്റെ പിറകെ നടന്ന് കെഞ്ചിയതാണെന്ന് അവകാശപ്പെട്ട ട്രംപിന്റെ അതേ കുബുദ്ധി തന്നെയാണ് ഇപ്പോൾ ജോർജിയ മെലോണിക്കെതിരെയും പുറത്തെടുത്തിരിക്കുന്നത്. സ്വന്തം ശത്രുക്കളോട് കാണിക്കുന്ന ദാക്ഷിണ്യം പോലും വിശ്വസ്തരായ പങ്കാളികളോട് കാണിക്കാത്ത ട്രംപിന്റെ ഈ വിപരീത നയം അമേരിക്കയെ രാജ്യാന്തര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.